നമസ്കാരം. ശ്രീ കെ എം ഷാജഹാൻ. CPM-നകത്ത് ഈ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളൊക്കെ അങ്ങനെ പല വഴിക്കൂടെ നടക്കുകയാണ്. എരി പൊരി കൊണ്ട് നിൽക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ അവസരത്തില് CPM-ന്റെ ഒരു ഈറ്റില്ലമായ ആലപ്പുഴ ജില്ലയിൽ നടക്കുന്നത് മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് അവിടെ കൂടുതലായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത നിൽക്കുന്ന ഒരു ജില്ലയാണ് CPM. അവിടെ സുധാകരൻ ഒരു പക്ഷത്ത് നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 2021 ജയിച്ച സലാം എന്തുകൊണ്ട് ജയിച്ചു, അവിടെ ജയിച്ചു കഴിഞ്ഞിട്ടും അന്വേഷണം വന്നു. അതിനെക്കുറിച്ച് ഇവർ തമ്മിലുള്ള പോര് ഇപ്പോഴും നടക്കുന്നു. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തോറ്റ ആരിഫ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കവിത ഇപ്പോൾ പൊടിതട്ടി പുറത്തെടുത്തിരിക്കുന്നു. ഈ രണ്ട് മുതിർന്ന നേതാക്കന്മാരുടെ പ്രധാന തട്ടകം കൂടിയാണ് ആലപ്പുഴ. തോമസ് ഐസക് എല്ലാ അർത്ഥത്തിലും തോമസ് ഐസക്കിനെ ഇപ്പോൾ ഒതുക്കിയിരുത്തിയിരിക്കുകയാണ്. പക്ഷെ ഐസക് ഇപ്പോൾ പത്തി വിടർത്തി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ സുധാകരനെ ഒതുക്കി സുധാകരൻ ഇപ്പോൾ വലിയ ആവേശത്തോടുകൂടി രംഗത്ത് നിൽക്കുകയാണ്. ആലപ്പുഴയിലെ ഒരു രാഷ്ട്രീയം മാത്രം നമുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും പിണറായിക്കെതിരെയുള്ള ഒരു ആഞ്ഞടിക്കുകയല്ലേ. എനിക്ക് തോന്നുന്നത് ഈ ആലപ്പുഴ നമ്മള് വിശദമായി എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴയെ ഞാൻ നേരിട്ട് പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പക്ഷേ പിണറായി വിജയന്റെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ നടപ്പിൽ വരുത്തിയ ഒരു ജില്ല ആലപ്പുഴ എന്നുള്ള നിലയിലാണ് പിണറായി വിജയനും ആലപ്പുഴ തമ്മിലുള്ള ബന്ധമുണ്ട്. പിണറായി വിജയന്റെ ഈ നിശ്ചിത താല്പര്യക്കാരന് വേണ്ടിയും സ്വാർത്ഥ താല്പര്യക്കാരന് വേണ്ടിയും മുതലാളിമാർക്ക് വേണ്ടിയും അയാൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഈ നയം ഏറ്റവും സജീവമായി നടപ്പിലാക്കപ്പെടുകയും അതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുകയും ചെയ്ത ഒരു ജില്ല എന്നുള്ള നിലയിലാണ് ആലപ്പുഴ ജില്ലയ്ക്ക് പ്രാധാന്യം വരുന്നത്. ഇനി ആലപ്പുഴ ജില്ല നമ്മളതെടുത്ത് നോക്കിക്കേ വിജയനാഥൻ. ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് CPM ഉണ്ടായ ജില്ല ആലപ്പുഴയല്ല. അത് കണ്ണൂരിലെ പാറപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് CPM ഉണ്ടായത്. പക്ഷെ ആലപ്പുഴ എന്ന് പറഞ്ഞ ജില്ലയ്ക്ക് CPM-ന്റെ അല്ലെങ്കിൽ CPI-യുടെയും ഒക്കെ തന്നെ ചരിത്രത്തിൽ പ്രൗഢോജ്വലമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള സ്ഥാനമാണ് ആലപ്പുഴയ്ക്ക് പുന്നപ്പുറയും. കാരണം 944-ലും 46-ലും പുന്നപ്പുറയിലും വയലാറിലും ഉണ്ടായിട്ടുള്ള ചരിത്രം സൃഷ്ടിക്കുന്ന സമരം. ആ വയലാറിലെ വെടിവെപ്പിലൊക്കെ എത്ര പേരാണ് മരിച്ചതെന്ന് ഇപ്പൊ പോലും ആളുകൾക്ക് അറിയില്ല. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മനസ്സിലായില്ല? അപ്പം അത് രണ്ടും നടന്ന സംഭവം. നമ്മളിപ്പൊ തന്നെ പുന്നപ്പുറയിൽ അവിടെ പുന്നപ്പുറ ചുടുകാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ വലിയൊരു രോമാഞ്ചം ഇപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ആ ജില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തുന്നതിൽ വഹിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ആലപ്പുഴയിലെ കയർ തൊഴിലാളി മേഖലയിൽ നിന്നാണ്. കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് P. കൃഷ്ണപിള്ളയൊക്കെ തന്നെ ഇതിനകത്തേക്ക് CPI-യിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത്. 936-ലെ മറ്റാണ് ആദ്യത്തെ ട്രേഡ് യൂണിയൻ സമരം അവിടെ നടത്തുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കയർ തൊഴിലാളികൾക്ക് 50 പൈസയുടെ വരുമാന വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ട്രേഡ് യൂണിയൻ സമരം നടക്കുന്നത്. അതിൽ കയർ തൊഴിലാളികൾ വിജയിച്ചു. അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ അമ്പലപ്പുഴ താലൂക്കിലേക്കുള്ള കമ്മിറ്റികളായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എന്നുള്ള നിലയിൽ വരെ അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ ആലപ്പുഴ ചരിത്രം നമ്മൾ കൊണ്ടെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും രോമാഞ്ചമുണ്ടാകുന്ന ചരിത്രമാണ് ആലപ്പുഴയുടെ. ഇപ്പൊ കൃഷ്ണപിള്ള 17-ാം വയസ്സിലാണ് VS അച്യുതാനന്ദനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. VS അച്യുതാനന്ദൻ ആസ്പിൻ വാൾ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. 17-ാമത്തെ വയസ്സിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മൾ ആലപ്പുഴ പാർട്ടിയിലെ നേതാക്കന്മാരെ നമ്മൾ നോക്കും. CPM ആണെങ്കിലും CPI ആണെങ്കിലും CPM-ൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എത്രയോ നേതാക്കന്മാർ ഇപ്പൊ ഈ അവസാനം ജീസുകാരിലൊക്കെ വന്ന് നിൽക്കുന്ന നിലയിൽ PK ചന്ദ്രാനന്ദൻ, അതുപോലെ ഒരുപാട് ഗൗരിയമ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരിയമ്മ. പക്ഷെ അതോടൊപ്പം തന്നെ CPI-യിലും ഉണ്ട് സ്റ്റാലിൻ കുമാരപ്പണിക്കര്, R. സുഗതൻ, എന്റെ അമ്മയുടെ സഹോദരനുണ്ട് CG സദാശിവൻ, വയലാർ പുന്നപ്പുറ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. TV തോമസ്. അപ്പൊ അതുപോലെ CPM-ന്റെയും CPI-യുടെയും പ്രവർത്തനത്തിൽ
നിർണായക പങ്ക് വഹിച്ച നേതാക്കന്മാരെല്ലാം ഉത്ഭവിച്ചിട്ടുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. അച്യുതാനന്ദന്റെ പ്രവർത്തന മണ്ഡലം ആലപ്പുഴ ജില്ലയായിരുന്നു. 1940-കളിലെ മറ്റോ ഞാനതൊക്കെ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് മത്സരിച്ച പ്രസംഗത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. 1940-കളിൽ അന്ന് വി എസ് അച്യുതാനന്ദനെ കർഷകത്തൊഴിലാളികളെ സംഘടിപ്പിക്കാനായിട്ട് പാർട്ടി കുട്ടനാട്ടിലേക്ക് വിടുകയാണ്. അന്ന് കുട്ടനാട്ടിൽ 40-കളിൽ കുട്ടനാട്ടിൽ വി എസ് അച്യുതാനന്ദനെ വിടുമ്പോൾ 5 രൂപയാണ് വി എസ് അച്യുതാനന്ദനെ കൊടുത്തു വിടും. ഈ 5 രൂപ വി എസ് അച്യുതാനന്ദൻ അവിടെ ചെന്നുമ്പോൾ ഒരാഴ്ചത്തെ പാർട്ടി പ്രവർത്തനം നടത്തി കഴിയുമ്പോഴത്തേക്കും തീർന്നു പോകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം പോകും. കാരണം അവരെല്ലാം പൈസ ലഭിച്ചു. പക്ഷെ അച്യുതാനന്ദൻ പോകില്ല. അച്യുതാനന്ദൻ അവിടെ ഒരു വലിയ കുളമുണ്ട്. ആ കുളത്തിൽ രാവിലെ 4 മണിയാകുമ്പോൾ പോയി ഇറങ്ങിക്കിടന്നിട്ട് അച്യുതാനന്ദന്റെ മുണ്ടും ചുബയെല്ലാം അതിൽ അലക്കി പിഴിഞ്ഞ് ഒരയയിൽ കൊണ്ടുവന്ന് ഉണങ്ങാൻ തൂക്കിയിട്ടിട്ട് അത് ഉണങ്ങുന്നിടം വരെ വി എസ് അച്യുതാനന്ദൻ ആ തണുത്ത കുളത്തിലെ വെള്ളത്തിൽ കിടക്കും. എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അതിട്ടുള്ളൂ ഈ രാഷ്ട്രീയ പ്രവർത്തനം. ഈ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ വി എസ് അച്യുതാനന്ദന്റെ പ്രസംഗത്തിന്റെ ശൈലിയുണ്ട്, വളരെ ഹാസ്യാത്മകമായിട്ട്. അതിനെക്കുറിച്ച് അവിടെ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേട്ട് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഭയവും ഇതൊക്കെയാണ്. അപ്പം വി എസ് അച്യുതാനന്ദൻ ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഈ മിമിക്രിയൊക്കെ പ്രസംഗത്തിൽ മനഃപൂർവ്വം ഉപയോഗിച്ച് കൊണ്ടുവന്നാണ് എന്ന് വരെ എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ ആ നിലയിൽ അടിത്തട്ടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടികളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പിന്നീട് ഈ പറഞ്ഞ പോലെ സുധാകരനും ഐസക്കും ഒക്കെ ഉയർന്നു വന്നു. ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ജി സുധാകരൻ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആർ, ഇംഗ്ലീഷ് പറഞ്ഞാൽ റൂളിംഗ് ദ റൂസ്റ്റ് ഇൻ ആലപ്പുഴ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇപ്പൊ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുണ്ട് ഷാനവാസ് എന്ന് പറഞ്ഞൊരുത്തനെ പിടിച്ചു. 1 ലോറി മയക്കുമരുന്നാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ വേറൊരുത്തരുണ്ടല്ലോ, അവന്റെ മൊബൈൽ ഫോണിൽ സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ, അവന്റെ പേര് ഞാൻ മറന്നു, ഒരുത്തരുണ്ട് അവിടെ. എന്നിട്ട് അവൻ ആ നഗ്ന ദൃശ്യങ്ങൾ സ്ത്രീകളുമായി കണ്ടുകൊണ്ടിരുന്നത് പാർട്ടി ഓഫീസിലാണ്. പാർട്ടി ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് ഈ സ്ത്രീകളോട് അവന് സംസാരിക്കുന്നത്. മനസ്സിലായോ? സംസാരിക്കുമ്പോഴത്തേക്കും അവരുടെ പുറകില് എംഗൽസിന്റെ പടം ഭിത്തിയിലുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതില് ഈ ഷാനവാസ് പറഞ്ഞവൻ നിൽക്കുന്നത് പിന്നെ ഇയാളുടെ കൂടെ, സജി ചെറിയാന്റെ കൂടെ. മറ്റവൻ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചവൻ നിൽക്കുന്നത് ചിത്തരഞ്ജന്റെ കൂടെ. ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ ആൾക്കൊന്നും ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാപിത താല്പര്യക്കാരുടെയും നിക്ഷിപ്ത താല്പര്യക്കാരുടെയും പോക്കറ്റിൽ കിടന്ന് പൊളയ്ക്കുന്ന ആളാണ് സജി ചെറിയാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിലയിൽ വി എസ് അച്യുതാനന്ദൻ മുതൽ പി കെ ചന്ദ്രാനന്ദൻ മുതൽ എന്റെ അമ്മയുടെ അമ്മാവൻ സി ജി സദാശിവൻ മുതൽ ടി വി തോമസ് മുതൽ ഗൗരിയമ്മ മുതലുള്ള പി കൃഷ്ണമല്ലി തുടങ്ങുന്ന ആ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള നേതാക്കന്മാര് വളർത്തിയെടുത്ത ആലപ്പുഴയിലെ CPM ഇപ്പോൾ ഷാനവാസുമാരുടെയും ഈ നഗ്നദൃശ്യങ്ങൾ പകർത്തിയവന്മാരുടെയും ഈ സജി ചെറിയാന്മാരുടെയും ഈ ചിത്തരഞ്ജന്മാരുടെയും ഒക്കെ നേതൃത്വത്തിലേക്ക് മാറിയതിൽ അവിടുത്തെ അണികൾക്കുള്ള അതിഭീകരമായിട്ടുള്ള രോഷം അവിടുത്തെ പാർട്ടി അണികൾ BJPക്ക് വോട്ട് കുത്തുന്നതിലേക്ക് പോലും ചെന്നെത്തിച്ചു എന്ന് പറയുമ്പോൾ ആലപ്പുഴയിലെ പാർട്ടിയുടെ അധപതനം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ കാര്യം മാത്രം നമ്മൾ എം വി ഗോവിന്ദനായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താണ്, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി അവിടുത്തെ ഈഴവർ BJPക്ക് വോട്ട് ചെയ്തു. ഞാനത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല. അത് വെള്ളാപ്പള്ളി നടേശൻ അവിടെ ചെയ്തിട്ടുണ്ട്, അതിൽ ആരും തർക്കവുമില്ല. വെള്ളാപ്പള്ളി നടേശൻ ആ നിലയിൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം നേതൃത്വത്തിനെതിരാണല്ലോ ശോഭാ സുരേന്ദ്രൻ. കാരണം വെള്ളാപ്പള്ളി നടേശനപ്പം രക്ഷപ്പെടണം. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ വളരെ സുസംഘടിതമായി ശോഭാ സുരേന്ദ്രന് വേണ്ടി അവിടെ പണി നടത്തി, അതിൽ ആരും തർക്കവുമില്ല. അയാളുടെ ഭാര്യയെ RSSന്റെ പരിപാടിക്ക് അയാൾ ചെയ്തു, അയാൾ അത് ചെയ്തിട്ടുണ്ട്, അതിൽ ആരും സംശയമില്ല. പക്ഷെ അത് ചെയ്തെന്ന് പറയുമ്പോഴും എം വി ഗോവിന്ദന് തെറ്റിപ്പോയത് എവിടെയാണ്? ആ ചെയ്തത് കൊണ്ട് അല്ല വോട്ട് ഈഴവരുടേത് BJPക്ക് പോയത്. ഈഴവരുടെ വോട്ടല്ല അവിടെ BJPക്ക് പോയത്, CPMകാരുടെ വോട്ടാണ് BJPക്ക് പോയത് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ കണ്ടിട്ടും കാണാതിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്. അത് എം വി ഗോവിന്ദൻ പറഞ്ഞതിനകത്ത് വേറെ കാര്യം കൂടിയുണ്ട്. ഈ ഈഴവരൊക്കെ തന്നെയും അടിയുറച്ച CPMകാരാണ് എന്നുള്ളതുമാണ്. അപ്പൊ അയാൾ ആ പത്രസമ്മേളനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാ, ഈഴവരുടെ വോട്ട് ഇതിലേക്ക് പോയി, CPMകാരുടെ വോട്ട് BLPയിലേക്ക് പോയില്ല എന്നുള്ള വാർത്ത അയാൾ പറയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം വോട്ട് ആരിഫിന് കിട്ടിയത്
ശോഭാ സുരേന്ദ്രന് പോയിട്ടുണ്ടെങ്കിൽ അത് CPI-ക്കാരുടെ വോട്ടല്ലേ? മനസ്സിലായോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അതിഭീകരമായിട്ടുള്ള ജീർണതയിലും ഈ അപരവൽക്കരണത്തിലും അഴിമതിവൽക്കരണത്തിലും ക്രിമിനൽ വൽക്കരണത്തിലുമുള്ള സാധാരണ പാർട്ടി അണികളുടെ അതിഭീകരമായിട്ടുള്ള വികാരമാണ് BJP. ഇപ്പൊ ഞാൻ പിന്നെ ആലപ്പുഴ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് എന്തുകൊണ്ട് വോട്ട് തന്നില്ല? എനിക്ക് വോട്ട് തരേണ്ടതല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീർണതയ്ക്കായിട്ടാണ് ഞാൻ മത്സരിച്ചത്. ഞാൻ VS ശിഷ്യനായിട്ടുമാണല്ലോ അവിടെ മത്സരിച്ചത്. എനിക്കെന്താ വോട്ട് തരാഞ്ഞത്? എനിക്ക് വോട്ട് തരാഞ്ഞത് അവിടുത്തെ CPM അണികൾ എനിക്ക് വോട്ട് തന്നിട്ട് കാര്യമില്ല എന്ന് ധരിച്ചിട്ടാണ്. കാരണം ഞാനൊരു വ്യക്തി മാത്രമാണ്. എനിക്കൊരു പക്ഷേ ഒരു പാർട്ടിയും ഞാനൊരു 8-10 സ്ഥലങ്ങളിലൊക്കെ എന്റെ പാർട്ടി മത്സരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ അവർ പരിഗണിച്ചത്. ഇപ്പൊ ഞാനൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഷാജാൻ വോട്ട് തന്നിട്ട് കാര്യമില്ല. ഷാജാൻ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു, അത് ശരിയാണ്. പക്ഷേ അടിമസ്തകത്തിന് കിട്ടണമെങ്കിൽ, തലയോട്ടി പൊളിയണമെങ്കിൽ ഷാജാൻ പറയുന്നത് ഞങ്ങൾ കേൾക്കും. പക്ഷെ വോട്ട് ഞങ്ങൾ BJPക്ക് കൊടുക്കും. കോൺഗ്രസിനല്ല, ഞങ്ങൾ BJPക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഉമാർക്ക് അടി കിട്ടൂ എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തരാനിരുന്ന വോട്ടുകൾ പോലും BJPക്ക് കൊടുത്തത്. പക്ഷെ എന്റെ പ്രചരണം CPM-ന്റെ ജീർണത അവിടെ പൊതുജനങ്ങളിലേക്ക് എത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആലപ്പുഴയിലെ പരാജയം ആണ് CPM-നെ ഇരുത്തി ചിന്തിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വോട്ടിന്റെ കണക്ക് പരിശോധിച്ചിട്ടുള്ള എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഒരു കാര്യം പറഞ്ഞു സാർ, കോൺഗ്രസിന്റെ ഏറ്റവും സമ്പന്നതനായിട്ടുള്ള നേതാവാണ് മത്സരിച്ചത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ KC വേണുഗോപാലാണ്. ഒരുപക്ഷെ പിന്നെ ഇന്ത്യ സഖ്യം ജയിച്ചിരുന്നെങ്കിൽ ഉപപ്രധാനമന്ത്രി വരെ ചിലപ്പോൾ ആയിപ്പോയത്. അതിനുള്ള ബോധം വിവരമുണ്ടെന്നുള്ള ആയി പോകുമായിരുന്നു. അയാൾക്ക് എന്താ അവിടെ സംഭവിച്ചത്? അയാൾക്ക് അവിടെ 30,000 വോട്ട് കുറയുകയോ ചെയ്തു. 2019 താരതമ്യം ചെയ്ത് 2021-24 താരതമ്യം ചെയ്ത് അയാൾക്ക് 90,000 വോട്ടാണ് കൊടുത്തത്. വോട്ട് 19 താരതമ്യം ചെയ്തു, അയാൾക്ക് 30,000 വോട്ട് കുറഞ്ഞു. 7 വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയോ എന്ന് സംശയം ഉണ്ട്. ആണല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. 2019 ഷാനിമോൾ ഉസ്മാനാണല്ലോ അവിടെ മത്സരിച്ചത്. ഷാനിമോൾ ഉസ്മാനേക്കാളും 1700 വോട്ട് കുറവാണ് KC വേണുഗോപാൽ. മനസ്സിലായില്ലേ? അപ്പോ യഥാർത്ഥത്തിൽ ആരിഫിന് കുറഞ്ഞ 1,00,000 വോട്ട് പിന്നെ KC വേണുഗോപാലിനായിരുന്നു കിട്ടേണ്ടിയത്. വടക്കൊക്കെ അതാണ് കിട്ടിയത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ പിണറായി വിജയനെ അവനെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഭയങ്കര ഹാസ്യമാക്കിയില്ലേ K. സുധാകരൻ? അറിയാലോ അയാളുടെ അവസ്ഥ. അയാൾക്ക് പോലും 1 ചില വോട്ട് കിട്ടിയിട്ടും പിണറായിയുടെ ബൂത്തിൽ കിട്ടി. വേണുഗോപാലിനെ അവിടെ വിശ്വസിച്ചില്ല. അപ്പം CPM-നെ അടിക്കണം എന്നുണ്ടെങ്കിൽ BJPക്ക് കൊടുക്കണം എന്ന് കരുതി കൊടുത്തതാണ്. അത് CPM-ന് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് മറച്ചു വെച്ച് ഈ SNDP-യുടെ പുറത്തൊക്കെ കൊണ്ടുവന്ന് ചാർത്തുകയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആലപ്പുഴയിലെ തകർച്ച CPM-ന്റെ സമഗ്ര തകർച്ചയാണ് പ്രതിഫലിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. അപ്പൊ സുധാകരൻ ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഈ സ്റ്റെപ്പ് എടുക്കുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്ക് സംസ്ഥാന നേതൃത്വത്തിലൊക്കെ തന്നെ പിണറായി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മേഖല ചർച്ചകളൊക്കെ നടന്നു കഴിയുമ്പോൾ സുധാകരൻ ഏതിലേക്ക് മാറും എന്നുള്ളതാണ്. അല്ല, സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ കാട്ടുള്ളപ്പോ തോറ്റു. സുധാകരന്റെ നിലപാടിനെ സംബന്ധിച്ച് എനിക്കൊരു യോജിപ്പില്ലെന്നുള്ള ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷെ സുധാകരൻ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് പിണറായി വിജയനെതിരായിട്ടാണ് വികാരവും. അതുകൊണ്ട് സുധാകരൻ വരും ദിവസങ്ങളിലും പിണറായി വിജയനെതിരെ അടിച്ചുകൊണ്ട് രംഗത്ത് വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം സുധാകരൻ നോക്കുന്നത് പിണറായിക്കിട്ട് അടികിട്ടി നാളെ പോയി കഴിഞ്ഞാൽ ആലപ്പുഴയിൽ തനിക്ക് നഷ്ടപ്പെട്ട അപ്രമാദിത്വം തിരിച്ചു കിട്ടുമെന്നാണ് സുധാകരൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുധാകരൻ ഈസ് വെയിറ്റിംഗ് ഓൺ ദ ഗാലറി. അതുകൊണ്ട് അയാൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിരൂക്ഷമായി പിണറായി വിജയനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അത് അയാളുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും കൊണ്ടൊന്നുമല്ല, ആലപ്പുഴയിലേക്ക് ഒന്നാമനാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്.